സൗദി അറേബ്യ വീണ്ടും ഒരു യുദ്ധത്തിന്റെ മുൾമുനയിലാണ്. ഏതൊരു നിമിഷവും രാജ്യത്തിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ പതിക്കാമെന്ന ഭീതിയിലാണ് ഭരണകൂടം. ഗൾഫ് മേഖല വീണ്ടും യുദ്ധകളമാകുമ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചെടുപ്പോടെ കഴിഞ്ഞുകൂടുന്നത് മറ്റാരുമല്ല, സൗദിയിലുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ പാകത്തിൽ നിൽക്കുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് ഒട്ടും ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല. കനത്ത ആക്രമണവുമായി സൗദി അറേബ്യ ഇറങ്ങിയപ്പോൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന പ്രഖ്യാപനവുമായി ഇറാൻ പിന്തുണയുള്ള ഹൂത്തി വിമതരും രംഗത്തെത്തിയിരിക്കുകയാണ്. 2022 വെടിനിർത്തൽ കരാർ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൗദി യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചതാണ് പുതിയ സംഭവ വികാസങ്ങളുടെ തുടക്കം. ഇതിന് മറുപടിയായി സൗദിയുടെ അബഹ വിമാനത്താവളത്തിലേക്ക് ഹൂത്തികൾ മിസൈലുകളും ഡ്രോണുകളും അയച്ചു. എന്നാൽ ഇത് വെറുമൊരു തുടക്കം മാത്രമാണെന്നാണ് ഹൂത്തി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തിയുടെ കടുത്ത മുന്നറിയിപ്പ്. വിമാനത്താവളങ്ങൾക്ക് പകരം വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾക്ക് പകരം തുറമുഖങ്ങൾ എന്നതാണ് തങ്ങളുടെ പുതിയ നയമെന്നും സമ്പൂർണ്ണ യുദ്ധത്തിനാണ് സൗദി തയ്യാറെടുക്കുന്നതെങ്കിൽ എണ്ണപ്പാടങ്ങൾ ഉൾപ്പെടെ ചാമ്പലാക്കുമെന്നും ഹൂത്തികൾ ഭീഷണി മുഴക്കി കഴിഞ്ഞു. ഈ പെട്ടെന്നുള്ള പ്രകോപനത്തിന് പിന്നിലൊരു കാരണമുണ്ട്. അന്തരിച്ച ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയ ഹൂത്തി പ്രതിനിധി സംഘത്തിന്റെ വിമാനം സൗദി തടയാൻ ശ്രമിച്ചതാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തിരികൊളുത്തിയത്. ഇതോടെ മേഖലയിലെ സമാധാനം പൂർണ്ണമായും തകർന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാന്റെ വിശ്വസ്തരായിട്ടുള്ള ഹൂത്തികൾ കൂടി ഈ യുദ്ധമുഖത്തേക്ക് നേരിട്ടിറങ്ങുന്നത് വൻ വിപത്താണ് ക്ഷണിച്ചു വരുന്നത്. 2023 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിൽ ചെങ്കടലിലൂടെയുള്ള കപ്പലുകൾ ആക്രമിച്ച് ആഗോള വ്യാപാരത്തെ മുട്ടുകുത്തിച്ച ചരിത്രമുള്ളവരാണ് ഹൂത്തികൾ. സാമ്പത്തികമായും സൈനികമായും കരുത്തരായിട്ടുള്ള സൗദിയെ പോലുള്ള ഒരു രാജ്യം പോലും ഇത്തരം സായുധ വിമതർക്ക് മുന്നിൽ നിന്ന് പ്രതിരോധത്തിലാകുന്നത് നമ്മൾ കാണുകയാണ്. ഒരു രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ എത്ര ശക്തമാണെങ്കിലും അതിർത്തിക്ക് പുറത്തുള്ള ഇത്തരം ഭീകര ശക്തികളും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും എത്രത്തോളം വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ സംഘർഷം അതിരൂക്ഷമായാൽ ഏറ്റവും വലിയ വില നൽകേണ്ടി വരിക അവിടെയുള്ള പ്രവാസികളാണ്. ലക്ഷക്കണക്കിന് മലയാളികളാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നത്. ഹൂതികൾ സൗദിയുടെ എണ്ണ കേന്ദ്രങ്ങളെയോ നഗരങ്ങളെയോ ലക്ഷ്യം വെച്ചാൽ അത് കേവലം സൗദിയുടെ മാത്രം പ്രശ്നമാകില്ല, മറിച്ച് കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കൂടി ജീവൻ മരണ പോരാട്ടമായി അത് മാറും. തങ്ങളുടെ പ്രിയപ്പെട്ടവർ സുരക്ഷിതരാണോ എന്നറിയാതെ നാട്ടിലുള്ളവരും കടുത്ത ആശങ്കയിലാണ്. തീവ്രവാദികളെയും സായുധ വിമതരെയും വളരാൻ അനുവദിച്ചാൽ രാജ്യത്തിന്റെ സുരക്ഷ എക്കാലത്തും ഇതുപോലെ മുൾമുനയിലായിരിക്കും. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങൾ സൗദി അറേബ്യയ്ക്കും ലോക സമ്പദ് വ്യവസ്ഥയ്ക്കും അതിലുപരി അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർക്കും വലിയ പരീക്ഷണത്തിൻ്റെതായി മാറും.